ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ പിസ്ത ഷെൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഒരു 4 ക്രാഫ്റ്റ് ഐഡിയകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു ടൂത്ത് പേസ്റ്റിന്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ തെർമോക്കോളിന്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനകത്തേക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ 2 പിസ്തയുടെ തോടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു കുഞ്ഞു കള്ളിമുൾച്ചെടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് പെയിന്റ് ചെയ്തെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. നമ്മളിതിൽ ഗ്രീൻ കളർ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഗ്രീൻ കളർ മുഴുവനായി നമുക്കിതിൽ കൊടുത്തെടുത്തതിന് ശേഷം വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് കള്ളിമുൾച്ചെടിയുടെ ആ മുള്ളു പോലെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ ഗ്രീൻ കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിവശത്തൂടെ നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ 4 ക്രാഫ്റ്റ് വർക്കുകളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് മുഴുവനായും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് മുള്ളു പോലെ നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതുപോലെയാണ് വൈറ്റ് പെയിന്റ് കൊടുത്തെടുക്കേണ്ടത്. ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്കൊരു ചാനലുണ്ട്. ആ ഒരു ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ആ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു തെർമോക്കോളിന്റെ മുകളിൽ ഈ ഒരു പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും ചെയ്തെടുത്തപ്പോഴാണ് വേറെ ഒരു ഐഡിയ തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒരു ഫ്ലവറും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലുള്ള ഫ്ലവർ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ മുളകിന്റെ ഞെട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് അവിടെയൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനും കൂടെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കുഞ്ഞു കള്ളിമുൾച്ചെടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്രാഫ്റ്റ് വർക്കിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണാം. അടുത്ത ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിതാ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ 4 ഭാഗങ്ങളിലും നമുക്ക് ഫ്രെയിം പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കിൽ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ നമുക്ക് ടേബിളിന് മുകളിലൊക്കെ ഇതുപോലെ വെക്കാം. പിന്നീട് ഇതാ നമ്മൾ 2 പിസ്തയുടെ തോട് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇതിലൊന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ അത് രണ്ടും നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ താഴെ മരച്ചില്ല പോലെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം. നമ്മളിതിൽ 2 പക്ഷികൾ മരച്ചില്ലയിൽ ഇരിക്കുന്നത് പോലെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബ്രൗൺ കളർ പെയിന്റ് ഉപയോഗിച്ച് ഇതുപോലെ മരച്ചില്ലയെല്ലാം പെയിന്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ച് ഇതിന് ഇലകളൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഇന്ന് നമ്മൾ ചെയ്യുന്ന 4 ക്രാഫ്റ്റ് വർക്കുകളും വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ പിസ്ത ഷെൽസ് ഒക്കെ കയ്യിലുള്ളവരെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മളിതാ ഇതുപോലെ ഇലകളെല്ലാം പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പക്ഷികളുടെ കാലുകളൊക്കെ പെയിന്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ കാലുകളൊക്കെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് പക്ഷികളുടെ കണ്ണുകളൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് ഇതുപോലെയാണ് നമ്മൾ കണ്ണുകൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ച് ഇതിനകത്ത് ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പക്ഷികളുടെ കണ്ണുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് പെയിന്റ് ഉപയോഗിച്ച് ഇതിന്റെ ചുണ്ടും കൂടെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ഇതാ ആദ്യം ചെയ്തെടുത്തതുപോലെ തന്നെ നമ്മൾ കാർഡ്ബോർഡ് പീസിൽ ഫ്രെയിമൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാർഡ്ബോർഡ് പീസിൽ ബ്ലൂ പെയിന്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ 3 ഇലകളുള്ള ഒരു കുഞ്ഞു പ്ലാന്റ് ആണ് വരച്ചെടുക്കുന്നത്. അതിൽ നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു പ്ലാന്റിൽ ലേഡി ബഗ് ഇരിക്കുന്നത് പോലെയുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. നമ്മുടെ ഈ ഒരു ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മളിതാ ഇതുപോലെ ഇലകൾക്കൊക്കെ പെയിന്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒട്ടിച്ചെടുക്കാനുള്ള ലേഡി ബഗിനെ റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്കിതിൽ മുഴുവനായും റെഡ് കളർ ഒന്ന് കൊടുത്തെടുക്കാം. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 എണ്ണത്തിലും നമ്മൾ റെഡ് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ ഇതുപോലെയാണ് കൊടുത്തെടുക്കേണ്ടത്. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 എണ്ണത്തിലും കൂടെ നമുക്ക് അതുപോലെ തന്നെ പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ 3 എണ്ണത്തിലും നമ്മളിവിടെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മളിതാ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ച് ഇതിന്റെ കാലുകളൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതാ നമ്മൾ അതിന്റെ കാലുകളൊക്കെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് തന്നെ ബോയുടെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ രണ്ടാമത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇതിലും നമ്മൾ അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ 4ാമത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി ഒരു കുഞ്ഞു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഗ്ലിറ്റർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ 3 പിസ്തയുടെ തോടുകളാണ് എടുത്തിട്ടുള്ളത്. അത് 3 നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം.
അപ്പോൾ ഇതാ നമ്മളത് മൂന്നും ഇതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ ആ കാർഡ്ബോർഡ് പീസ് കാണുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ ഗ്ലിറ്റർ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം. നമ്മൾ 3 കുഞ്ഞു പെൺകിനെയാണ് പെയിന്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് ആദ്യം ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കതിന് ചുറ്റും ബ്ലാക്ക് പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 3 എണ്ണത്തിലും പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് കളർ ഉപയോഗിച്ച് ഇതിന്റെ ചുണ്ടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. റെഡ് കളർ ഉപയോഗിച്ച് തന്നെ നമുക്കതിന്റെ കാലുകളും പെയിന്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണുകൾ പെയിന്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ച് ഇതിനകത്തൊരു കുഞ്ഞു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ 4ാമത്തെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇത് കാണാനായിട്ട്? അപ്പോൾ നമ്മൾ പിസ്തയുടെ തോട് ഉപയോഗിച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന 4 ക്രാഫ്റ്റ് വർക്കുകളാണ് കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ 4 ക്രാഫ്റ്റ് ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. നമ്മുടെ ഈ ഐഡിയാസ് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.